ഹലോ എവ്രി വൺ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു IPO പറ്റി പറയുന്നതാണ്. IPOയുടെ പേര് മൊണോലിത്തിഷ് ഇന്ത്യ ലിമിറ്റഡ്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, ജസ്റ്റ് കമ്പനിയുടെ ഡീറ്റെയിൽസ് മാത്രം പറയുന്നുണ്ട്. എന്നാലും IPOയുടെ ഒരു ബേസിക് ഡീറ്റെയിൽസ് ആദ്യമേ പറയുകയാണ്. IPO സ്റ്റാർട്ടായത് ജൂൺ 12 തീയതിയാണ്, ക്ലോസ് ആകുന്നത് ജൂൺ 16 അതുപോലെ ലിസ്റ്റിംഗ് വരുന്നത് ജൂൺ 19 IPOയുടെ ലോട്ട് സൈസ് എന്ന് പറയുന്നത് 1000 ഷെയർസിൻ്റെ ലോട്ടായിട്ടാണ് IPO ഇഷ്യൂ അയക്കുന്നത്. അതിൻ്റെ ബിഡ് പ്രൈസ് എന്ന് പറയുന്നത് 135 രൂപയ്ക്കും 143 രൂപയ്ക്കും ഇടയ്ക്കാണ്. അതായത് ഏകദേശം ഒരു 1,43,000 രൂപയുടെ ഒരു IPO ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. മൊണോലിത്തിഷ് എന്ന കമ്പനി ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2018 2018 അവരത് എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിംഗ് മാസ് എന്ന ഒരു മെറ്റീരിയലിൻ്റെ മാനുഫാക്ചറാണ് ഈ ഒരു കമ്പനി. റാമിംഗ് മാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം പരിചയമായിട്ടില്ല അല്ലേ. സോ റാമിംഗ് മാസ് എന്ന് പറയുന്നത് വലിയ വലിയ കമ്പനികളിൽ ഈ സ്റ്റീൽ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്യും. അതായത് മെറ്റീരിയലിൻ്റെ മെൽറ്റിംഗ് എന്താണെങ്കിലും വേണ്ടി വരുമല്ലോ. അത് വെൽഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു മെറ്റീരിയലിനെ ഫുള്ളായിട്ട് സ്ക്രാപ്പിനെ മെൽറ്റ് ആക്കിക്കോട്ടെ, ഇതൊക്കെ വേണ്ടി വരും. സോ ഈ ഒരു പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ റാമിംഗ് മാസ്. നമ്മുടെ ഇപ്പം നമുക്ക് ഫോട്ടോയിൽ കാണുന്ന പോലെ ഒരു മെറ്റീരിയലായിട്ട് ഏറെക്കുറെ ഇരിക്കും. എല്ലാ കമ്പനികളിലും വലിയ വലിയ സ്റ്റീൽ ഇൻഡസ്ട്രീസിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. സോ ഇത് നടക്കുമ്പോൾ മോസ്റ്റ്ലി സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ഓവറായിട്ടുള്ള ഹീറ്റ് അല്ലെങ്കിൽ ഒരു തെർമൽ ഒരു റിയാക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ വിയർ ആൻഡ് ടയർ ഡാമേജുകൾ, വേസ്റ്റേജുകൾ ഈ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളുടെ ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. സോ ഇതിനെല്ലാം ഉള്ളൊരു സൊല്യൂഷനാണ് ഈ റാമിംഗ് മാസ് കൊടുക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെറ്റൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു മെറ്റൽ ഒരു മെഷീൻ ഉൾപ്പെടുത്തി നമ്മളത് മെൽറ്റ് ചെയ്യുമ്പോൾ ആ മെൽറ്റിംഗ് പ്രോസസ്സിൽ ഈ റാമിംഗ് മാസ് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു മെൽറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയലും അതുപോലെ ഈ മെൽറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനും തമ്മിൽ. അതുകൊണ്ട് തന്നെ ഈ മെഷീനിലുണ്ടാകുന്ന ഡാമേജസ്, വേസ്റ്റേജസ് ഇതെല്ലാം കുറയും. ഈ റാമിംഗ് മാസ് എന്ന് പറയുന്ന കാര്യം ഉൾപ്പെടുത്തുന്നത് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ച് നമുക്ക് ഒരു മെറ്റീരിയലിനെ അല്ലെങ്കിൽ ഒരു മെറ്റലിനെ മെൽറ്റ് ചെയ്യുന്ന പ്രോസസ്സിലാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തെ നമ്മുടെ ഒരു പ്രോഫിറ്റ് ലെവൽസ് നോക്കുകയാണെങ്കിൽ കമ്പനി പ്രോഫിറ്റിലാണ്. ഇയർ ഓൺ ഇയർ ഒരു 60% അടുത്ത് പ്രോഫിറ്റ് കമ്പനി കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ആ ഒരു സൈഡ്, ഫിനാൻഷ്യൽ സൈഡ് നല്ല സ്ട്രോങ് ആണ്. അത് ഫിനാൻഷ്യൽ സൈഡുകൾ നമ്മളിപ്പം സ്ക്രീനിൽ കാണിക്കും. സോ കാണേണ്ടവർക്ക് ഇനിയും അതിൻ്റെ കമ്പനിയുടെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ കൊടുക്കാം. അത് കയറി നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത കാര്യം പറയുവാണെങ്കിൽ ഈ കമ്പനിയുടെ അത് ഇപ്പോഴത്തെ ഉള്ള ഒരു കസ്റ്റമേഴ്സ്, ഇപ്പം തന്നെ ആ കമ്പനിക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് ഓൾറെഡി അവരുടെ ബിസിനസ് റൺ ചെയ്യുന്നത്. ആ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. സോ അതും അവരുടെ കമ്പനിയുടെ വെബ്സൈറ്റിൽ തന്നെ ഇതെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. സോ ഇതാണ് കമ്പനി മെയിനായിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഇതിൻ്റെ ഫർദറായിട്ടുള്ള ഒരു കമ്പനിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് നാളെ എല്ലാ ഒരു പ്രോസസ്സുകളിലും ഈ ഒരു വേ ഓഫ് മെറ്റീരിയൽ വെച്ച് ഉപയോഗിക്കുമ്പോൾ ഒത്തിരി ആയിട്ട് അവിടെ ഇലക്ട്രിസിറ്റി സേവ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു സസ്റ്റൈനബിൾ ആണ്, അതായത് എൻവയറമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു യൂസ് ചെയ്യാവുന്ന മെറ്റീരിയലാണിത്. അതുപോലെ കൂടുതലായിട്ടുള്ള ഹീറ്റ്, തെർമൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടാകുന്നില്ല ഇത് ചെയ്യുമ്പോൾ. സോ ഇത്രയാണ് കമ്പനിയെ പറ്റിയുള്ളത്. എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ലിങ്കിലുണ്ട്. എല്ലാവർക്കും അത് കയറി നോക്കാം, ചെക്ക് ചെയ്യാം. നേരിട്ട് കമ്പനിയുടെ സൈറ്റിൽ IPOയുടെ ഡീറ്റെയിൽസ് ഉണ്ട്. അതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും അതിനകത്തുണ്ട്. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം. താങ്ക് യു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക.